ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ എന്നുള്ള നിലയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ക്യാമറയിലുള്ള കുറച്ച് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോഡുകളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ക്യാമറയിലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഷട്ടർ റിലീസ് മാത്രം ചെയ്താൽ മതി. ബാക്കി പരിപാടികൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ ക്യാമറ തന്നെ നമുക്ക് ചെയ്തു തരുന്ന രീതിയിലുള്ള കുറച്ച് മോഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ക്യാമറയെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഒരു DSLR ക്യാമറയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷന് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്യാമറ എന്ന് പറയുന്നത് നിക്കോണിൻ്റെ D5600 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മോഡുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ക്യാമറയിൽ ബേസിക്കായിട്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ് ഡയലിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. മോഡ് ഡയലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡുകളുള്ള ഡയലാണ്. നമ്മുടെ നിക്കോണിൻ്റെ D5600 നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മോഡ് ഡയലാണ്, അധികം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഡയലിൽ നോക്കുന്നത്, ഇപ്പോൾ വൺലി ഡയൽ ഇത്രയാണ്. ഇതിൻ്റെ ഒരു ഡയലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിക്കോണിൻ്റെ ഈ ഒരു ക്യാമറയിലുള്ള മോഡ് ഡയൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത്ര വലിപ്പമാണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് മോഡ് ഡയൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഓട്ടോമാറ്റിക് മോഡുകളെ കുറിച്ചാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറ്റവും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു മോഡായിട്ടുള്ള ഈ ഒരു മോഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡിനെയാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് മോഡാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പോഷർ ട്രയാങ്കിൾ ആയിട്ടുള്ള ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഈ സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമറ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സീനിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഷട്ടർ സ്പീഡും ISOയും അപ്പർച്ചറും നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മൾ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, ഷട്ടർ റിലീസ് ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സെറ്റിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട് അവൈലബിൾ ആയിട്ടൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറൻറ്റ് ക്വാളിറ്റിയിലുള്ള ഇമേജുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ബ്രീഫ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന സമയത്ത് ബേസിക് നോക്കുകയാണെങ്കിൽ ബേസിക്, നോർമൽ, ഫൈന്, പിന്നെ നോക്കുകയാണെങ്കിൽ റോ പ്ലസ് ബേസിക്, റോ പ്ലസ് നോർമൽ, റോ പ്ലസ് ഫൈൻ. ഈ സൈസൊക്കെ ഇതിനൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് സൈസ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ബേസിക് നോക്കുകയാണെങ്കിൽ 4.4 MB ആണ് ഒരു ഫോട്ടോയുടെ സൈസ് എങ്കിൽ, നോർമൽ നോക്കുകയാണെങ്കിൽ 8.6 MB ആയിരിക്കും ഒരു ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. ഫൈൻ നോക്കുകയാണെങ്കിൽ 17 MB വരെയാണ് ഒരു സൈസ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ റോ നോക്കുകയാണെങ്കിൽ 37 MB വരെയാണ് പറയുന്നത്. റോ പ്ലസ് ബേസിക് നോക്കുകയാണെങ്കിൽ 41 MB, ഏകദേശം അപ്രോക്സിമേറ്റ് അതിൻ്റെ സൈസ് വരുന്നത്. നോക്കുകയാണെങ്കിൽ 45 54 MB റോ പ്ലസ് ഫൈന്. ഇതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഇതെന്ന് പറയുന്നത് JPEG ക്വാളിറ്റി ഏറ്റവും കൂടിയതെന്ന് പറയുന്നത് ഫൈനാണ്. ഏറ്റവും സൈസ് കൂടിയ ഫയൽ എന്ന് പറയുന്നത് റോ പ്ലസ് ഫൈനാണ്. റോ അഥവാ .NEF ഫോർമാറ്റിൽ വരുന്ന ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഫയലായിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം എടുക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു മോഡ് ഇട്ടിട്ട് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഫോട്ടോ കുറച്ച് ഒരു ഓവർ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ അണ്ടർ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഇത്തിരി കൂടി, ബ്രൈറ്റ്നസ് ഇത്തിരി കുറഞ്ഞു, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ആ ഫോട്ടോനെ സാധാരണഗതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന അത്രയും ഡീറ്റെയിൽസ് ആ ഒരു ഫോട്ടോകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് റോ ഫയൽ, അല്ലെങ്കിൽ റോ ഫോർമാറ്റിൽ വരുന്ന ഫയൽ, അല്ലെങ്കിൽ .NEF ഫോർമാറ്റിൽ വരുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പിലേക്കാണ് യൂഷ്വലി എഡിറ്റ് ചെയ്യാറ്. നമുക്ക് ഫോണിലൊന്നും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്നാപ്സീഡ് പോലുള്ള ആപ്പുകളിലൊന്നും അത് വർക്ക് ചെയ്യില്ല. നമുക്ക് ഫോട്ടോഷോപ്പ്, ലൈറ്റ്റൂം പോലുള്ള ആപ്പുകളൊക്കെയാണ് റോ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് റോ എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോനെ എങ്ങനെ വേണിച്ചാൽ അത്രയും ഡീറ്റെയിൽസ് അതിൽ ഉൾക്കൊള്ളും, എങ്ങനെ വേണിച്ചാൽ നമുക്ക് ആ ഫോട്ടോനെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു അബദ്ധത്തിൽ നമുക്ക് സെറ്റിങ്സ് മാറുക മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഫോട്ടോനെ പഴയ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നുള്ളതാണ് റോ ഫയലുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പ്രത്യേകത പറയുന്നത്. JPEG അത്രയധികം ഡീറ്റെയിൽസ് ഉൾക്കൊള്ളില്ല. JPEG കംപ്രസ്ഡ് ഫോർമാറ്റ് ആയിരിക്കും. എന്നാൽ റോ നോക്കുകയാണെങ്കിൽ അൺകംപ്രസ്ഡ് ഫോർമാറ്റ് ഓഫ് ദറ്റ് ഇമേജ് ആയിരിക്കും. അൺകംപ്രസ്ഡ് ഫോർമാറ്റ് ആയിരിക്കും JPEG എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റോനെ കുറിച്ച് പറയാനുള്ളത്. അൺകംപ്രസ്ഡ് ഫോർമാറ്റ് പറയുന്നത് റോ ആണ് കേട്ടോ. അതാണ് റോയിനെയും JPEGനെയും കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിലുള്ളത്, ഇപ്പോൾ നമ്മൾ റോ പ്ലസ് നോർമലും റോ പ്ലസ് ഫൈനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ഫോട്ടോന് കാണാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ രണ്ട് വേറെ ഫയലായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഫോർമാറ്റുമായിട്ട് 2 ഫയൽ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഇവിടെ എഴുതി കാണിക്കുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡിൽ ഇനി എത്ര ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മെമ്മറി കാർഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 36, 40 അങ്ങനെ ഇങ്ങോട്ട് കൂടുതലും കുറയാണല്ലോ ചെയ്യുക. കാരണം സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ അത്രയും കൂടുതൽ സാധനങ്ങൾ ഉൾക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇത്രയാണ് ഇമേജ് ക്വാളിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് ബ്രീഫായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇമേജ് സൈസ് 3 തരത്തിലുള്ള സൈസുണ്ട്. ലാർജ്, മീഡിയം, സ്മോൾ എന്നുമായിട്ടുള്ള സൈസുകൾ. അതിനനുസരിച്ച് സൈസും മാറും. അതിൻ്റെ 4.4, 2.7 കുറേ വേണ്ടി ചെയ്യുക. സ്മോളിലേക്ക് വരുമ്പോൾ 1.5 വേണ്ടി ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ,
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മോഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഫോക്കസ് മോഡാണ്. AF ഉണ്ട്, മാനുവൽ ഫോക്കസ് ഉണ്ട്. AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ തന്നെ സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി രീതിയിലുള്ള അല്ലെങ്കിൽ AFS സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോക്കസ് മോഡ്. എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു ഇതുപോലെ ആ സീൻ അനുസരിച്ചിട്ട് ക്യാമറ തന്നെ സെലക്ട് ചെയ്യുന്ന AFA. മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഫോക്കസ് റിംഗ് തിരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നതാണ് മാനുവൽ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലാഷ് മോഡാണ്. ഫ്ലാഷ് മോഡ് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് മോഡുണ്ട്, പിന്നെ റെഡ് ഐ റിഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. ചിലപ്പോൾ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെഡ് ഐ നമ്മുടെ ഒരു പ്രശ്നം വരാറുണ്ട്, കണ്ണിലൊക്കെ ഒരു റെഡ് കളർ ചിത്രം വരാറുണ്ട്. അത് ഒഴിവായി കൊണ്ടുള്ള റിഡക്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നോ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, ഫ്ലാഷ് യൂസ് ചെയ്യാത്ത രീതിയിൽ. അത്രയാണ് ഓട്ടോമാറ്റിക് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഇതിൽ ബാക്കിയാണ് ഇതിന് ഒരുപാട് ടെർമിനോളജീസ്, ഒരുപാട് ടേംസ് നമുക്ക് പറയാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വരും വീഡിയോസിൽ അല്ലെങ്കിൽ വരും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നോ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡാണ്. നോ ഫ്ലാഷ് മോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും സെയിം സെറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, വേറെ ഒന്നും തന്നെ ഇല്ല. ഇത് ഫ്ലാഷ് അടിക്കാത്ത ഓട്ടോമാറ്റിക് മോഡാണ്. നമുക്ക് സെറ്റിംഗ്സ് ഒന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ക്യാമറ തന്നെ ചെയ്യും. നമ്മളൊന്നും പ്രത്യേകിച്ച് കാണിക്കാനുള്ള സീനിനനുസരിച്ച് ക്യാമറ തന്നെ അത് മാറ്റുന്നതാണ്. ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെറ്റിംഗ്സ് മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാനായിട്ടുള്ളൂ. അതാണ് നോ ഫ്ലാഷ് എന്നുള്ള മോഡുണ്ട്. പേര് തന്നെ ഉണ്ട് നോ ഫ്ലാഷ്. ഫ്ലാഷ് ഇല്ലാത്ത മോഡാണ് നോ ഫ്ലാഷ് മോഡ്. വേറെ ഒന്നും പറയാമല്ലോ അതിനെക്കുറിച്ചിട്ട്. ഇതിന് 2 മോഡിൽ വന്നിട്ടുള്ളത് എഫക്ട്സ് മോഡും സീൻ മോഡും. അങ്ങനെ 2 മോഡുകളാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് എഫക്ട്സ് മോഡിലേക്ക് പോയേക്കാം. എഫക്ട്സ് മോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എഫക്ട്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും, ഓരോ എഫക്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് എഫക്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ക്യാമറ റിമൂവ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. നൈറ്റ് വിഷൻ ആകുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെവലുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കാനില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു ഇതിലിട്ടിട്ട് നൈറ്റ് വിഷൻ എന്നുള്ളൊരു എഫക്റ്റിലിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കിട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുക. നമുക്ക് ബേസിക്കൽ ലാർജ് ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ അതാണ് നൈറ്റ് വിഷൻ എന്നുള്ളത്. അങ്ങനത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോരോ പ്രിസെറ്റിനനുസരിച്ചുള്ള മോഡുകൾ. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ള മോഡ് എന്ന് പറയുന്നത് സൂപ്പർ വിവിഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പോപ്പ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. അതൊക്കെ ഈ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും ആ ഫോട്ടോയുടെ ടേസ്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ ആ ഫോട്ടോ എങ്ങനെ ഉണ്ടാകുന്നത്. ഫോട്ടോ ഇല്യൂസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കാം. ഇതിൻ്റെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഇല്യൂസ്ട്രേഷൻ്റെ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോ ഒരു പ്രത്യേക ഇല്യൂസ്ട്രേഷൻ, നമ്മളൊരു വരച്ച മാതിരി ഒരു വരച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫോട്ടോ ഇല്യൂസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ് ഫോട്ടോ ഇല്യൂസ്ട്രേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ്, ടോയ് ക്യാമറ എഫക്റ്റ്, അങ്ങനെ ഓരോരോ എഫക്ട്സ് ആയിട്ടുള്ള ഓരോരോ മിനിയേച്ചർ എഫക്റ്റ്, അങ്ങനത്തെ ഓരോരോ എഫക്ട്സ് ഉൾക്കൊള്ളുന്നതാണ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി വരുന്നൊരു ഓട്ടോമാറ്റിക് മോഡ്. ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു മോഡിൻ്റെ സെറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള സെയിം സെറ്റിംഗ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ISO കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ISO പറഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സീൻ അനുസരിച്ചിട്ട് തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് 100 മുതൽ 25,600 വരെ വേരിയിങ് ISO, നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ISO തന്നെ ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അത്രയാണ് ഇതിൻ്റെ ഒരു ISO റേഞ്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ISO മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ പോയിട്ട് മാറ്റാൻ പറ്റും, എളുപ്പത്തിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ബട്ടൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. ഫംഗ്ഷൻ ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈ ഡിഫാൾട്ട് ഫംഗ്ഷൻ ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ISO മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പേച്ചറിനൊക്കെ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ISOയുടെ കേസ് എന്ന് പറഞ്ഞാൽ അത്രയാണ് ഈ ഒരു എഫക്ട്സ് മോഡിൽ നമുക്ക് വന്നിട്ടുള്ള സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്നൊരു ഓട്ടോമാറ്റിക് മോഡ് അല്ലെങ്കിൽ വലിയ ഒരു പണിയില്ലാത്ത മോഡ് എന്ന് പറയുന്നത് സീൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്. സീൻ മോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സീൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു സീൻ ഉണ്ട്. പോർട്രേറ്റ് അനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് നമുക്ക് ക്യാമറ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീൻ എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്സ് അല്ലെങ്കിൽ ഒഴിഞ്ഞ കിടക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ലാൻഡ്സ്കേപ്സ്, ചൈൽഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കുട്ടികളുടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സെറ്റിംഗ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. സ്പോർട്സ് ഫോട്ടോഗ്രാഫി, കൂടിയ ഷട്ടർ സ്പീഡുള്ള സംഭവങ്ങൾ. ഷട്ടർ സ്പീഡ് എന്താണ് അതിൻ്റെയൊക്കെ നമ്മൾ വരും. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലോസപ്പ് ആയിട്ടുള്ള ഇതിന് എടുക്കാനുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് പോർട്രേറ്റ്സ്, രാത്രി നമുക്ക് ലോ ലൈറ്റിലുള്ള പോർട്രേറ്റ്സ് എടുക്കുന്നതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് നമുക്ക് തന്നെ ക്യാമറ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ നമുക്ക് സെറ്റിംഗ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് അഥവാ ഇമേജ് ക്വാളിറ്റി, ഇമേജ് സൈസ്, ഫോക്കസ് മോഡൊക്കെ നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് മോഡ് ഇതിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ AF ഏരിയ മോഡ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. AF ഏരിയ മോഡിനെ കുറിച്ച് പറയാം. AF ഏരിയ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഫോക്കസിൻ്റെ ഏരിയ എത്രത്തോളം എവിടെയൊക്കെ വേണമെന്ന് നമുക്ക് മാനുവലി ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സാണ് AF ഏരിയ മോഡ് എന്ന് പറയുന്നത്.
ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓട്ടോ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ക്യാമറ തന്നെ നമുക്ക് ഒരു ഓട്ടോ ഫോക്കസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരുന്നതാണ് ഓട്ടോ ഫോക്കസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3D ഒബ്ജക്റ്റുകൾക്കായിട്ടുള്ളതാണ് 3D ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സിംഗിൾ പോയിന്റ് ഓട്ടോ ഫോക്കസ് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ ക്യാമറയിൽ ഉപയോഗിക്കുള്ളൂ. നമ്മളൊരു സ്പോട്ടോമീറ്ററിനൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. സിംഗിൾ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ്, സിംഗിൾ പോയിന്റ് മാത്രമുള്ള ഒരു ഫോക്കസ് പിടിക്കുന്ന ഒരു മോഡാണ് സിംഗിൾ AF മോഡ്. അത് നേരത്തെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ 9 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡൈനാമിക് ഏരിയ ഓട്ടോ ഫോക്കസ്. ഇവിടെ 21 പോയിന്റ്സ് യൂസ് ചെയ്യും. ഇവിടെ 39 ക്യാമറയ്ക്ക് 39 പോയിന്റ്സ് ആണ് ആകെ ഉള്ളത്. 39 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. ആ 39 പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓട്ടോ ഫോക്കസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. നമ്മളതിലിടുക ഓട്ടോ ഏരിയയാണ് ഞാൻ യൂസ് ചെയ്യാറ്, വേറെ അങ്ങനെ മാറ്റാറൊന്നുമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് മോഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് മോഡ് ഓട്ടോമാറ്റിക് സ്ലോ സിങ്ക് ചെയ്തിട്ട് റെഡ് ഐ റിഡക്ഷൻ കൂടി ഉള്ള ഒരു ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്ലോ സിങ്ക് നോ ഫ്ലാഷ് മോഡ്, അങ്ങനെ 3 മോഡുകളാണ് ഫ്ലാഷ് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്ലാഷ് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഫ്ലാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല ഫോട്ടോ കാണാൻ, അതുകൊണ്ട് തന്നെ ഫ്ലാഷ് അധികം സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് കോമ്പൻസേഷൻ, നമുക്ക് ഫ്ലാഷിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അതിൻ്റെ ഒരു തീവ്രത കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് ഫ്ലാഷ് കോമ്പൻസേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ അത് ഏകദേശം ഒരു ലൈറ്റ് ഒരു എക്സ്പോഷർ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. അതിനൊക്കെ തന്നെ ഈ പറഞ്ഞ സംഭവത്തിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ നോക്കുകയാണെങ്കിലും ഫ്ലാഷ് കോമ്പൻസേഷൻ നോക്കുകയാണെങ്കിലൊക്കെ തന്നെ നമുക്കിതിൽ ഷോർട്ട് കീസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു എക്സ്പോഷറിൻ്റെ ഒരു ചിത്രത്തിലൊരു സിമ്പിൾ കാണും ഈ ഒരു ഭാഗത്തായിട്ട്. ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോഷറും മാറ്റാനൊക്കെ സാധിക്കും. നമ്മളതിൻ്റെ കൂടുതൽ ടെർമിനോളജിക്ക് പോയിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ വിസിബിൾ ആയ ഒരു എക്സ്പോഷർ മീറ്റർ, എക്സ്പോഷറിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് മാനുവൽ മോഡിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയും. ഈ ഒരു ഓട്ടോമാറ്റിക് മോഡിൽ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ക്യാമറ കാർഡിൽ എത്ര ഫോട്ടോ കൊള്ളുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 375 ഫോട്ടോ കൂടി ബേസിക്കിൽ ലാർജ് എന്നുള്ളൊരു സൈസിലിട്ടിട്ട് നമുക്കിനി എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് 4 ഓട്ടോമാറ്റിക് മോഡുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാനോൺ ക്യാമറ ഒക്കെ നോക്കുകയാണെങ്കിൽ കാനോണിൻ്റെ കുറച്ചൊരു പഴയ ഒരു 1500D ഒക്കെ പഴയെന്ന് പറയാൻ പറ്റില്ല, 1500D ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മോഡ് ആയത് കുറച്ചൊക്കെ സാധനങ്ങൾ കൂടുതലുണ്ടാവും. അതിൽ കുറച്ച് തിക്കി നിറച്ചുകൊണ്ട് കുറച്ചുകൂടി മോഡ്സൊക്കെ ക്ലോസപ്പും സ്പോർട്സ് മോഡൊക്കെ അതിൽ തന്നെ വേറെ മോഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ ഒരു ക്യാമറയിൽ സീനിലേക്കും എഫക്റ്റിലേക്കും ചുരുക്കിയിരിക്കുകയാണ്. അത് ഈ ഒരു ക്യാമറയിൽ അങ്ങനെയാണ്. ബാക്കി ക്യാമറകളിൽ പല ഡിഫറൻ്റ് ആയിരിക്കും. നമുക്കത് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്യാമറയിലുള്ള നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോഡുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയത് നമ്മുടെ DSLR ക്യാമറയിലുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോഡുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ നോക്കിയത് നിക്കോൺ ക്യാമറയിലാണ് ഓട്ടോമാറ്റിക്, സീൻ മോഡ്, എഫക്ട്സ് മോഡ്, നോ ഫ്ലാഷ് മോഡ്. ഇതിൽ സീൻ മോഡിലും എഫക്ട്സ് മോഡിലുമുള്ള കാര്യങ്ങൾ സിംഗിൾ മോഡുകളായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഓരോന്നോരോന്നായിട്ട് കാനോണിൻ്റെ 1500 കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പോർട്സ് മോഡൊക്കെ ഡിഫറൻ്റ് ആയിട്ട് കാണാറുണ്ട്, സ്പോർട്സ് മോഡും ക്ലോസപ്പ് മോഡൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള മോഡുകൾ, ക്ലോസപ്പ് മോഡുകളൊക്കെ, അത്തരത്തിലുള്ള ചില മോഡുകളൊക്കെ വേറെ ആയിട്ടാണ് ആ ക്യാമറയിൽ ഉണ്ടായിരിക്കുക, ഇതേപോലെ ഒരിക്കില്ല. പക്ഷേ ഈ ഒരു ക്യാമറയിൽ സീൻ മോഡും എഫക്ട്സ് മോഡും അതിൻ്റെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ ഒരു ക്യാമറയിലെ സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഈ 4 മോഡുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഓട്ടോമാറ്റിക് മോഡുകളാണ്, നമുക്കിത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എങ്കിലും ചെറിയ സെറ്റിംഗ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു നേരത്തെ മെൻഷൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഡിഫിക്കൽട്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞത് നിക്കോണിൻ്റെ കേസിലാണ്, അത് കാനോൺകാർക്ക് റെഫർ ചെയ്യാം ഈ ഒരു വീഡിയോ, അത് പ്രശ്നമൊന്നുമില്ല. ഏകദേശം സെയിം സെറ്റിംഗ്സിനാണ് അതിലും വരുന്നത്. ടെർമിനോളജീസും എന്തായാലും ശരി. നമ്മളിന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ആകെ നമ്മൾ ആ റോ ഫയലിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിന്ന് തന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് DSLR ക്യാമറ ഒക്കെ ഉപയോഗിച്ച് വരുന്നവർക്കുള്ളൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇത് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ മോഡുകൾ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഇപ്പോൾ ഫോണിലൊക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ജസ്റ്റ് ഷട്ടർ ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോ കിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മോഡ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു സെറ്റിംഗ്സും ചെയ്യാനില്ല. അപ്പോൾ അതിന് അർത്ഥമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ വേറൊരു ക്യാമറ വാങ്ങേണ്ട ആവശ്യമില്ല, ഫോണിൽ തന്നെ ഫോട്ടോഗ്രാഫി കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയണം. അപ്പോൾ നമ്മൾ വരും വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇനിയും മോഡുകളുണ്ട്. പ്രോഗ്രാം മോഡ്, ഷട്ടർ പ്രയോറിറ്റി, അപ്പർച്ചർ പ്രയോറിറ്റി, മാനുവൽ മോഡ്, ഫുള്ളി മാനുവൽ ആയിട്ടുള്ള മോഡ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ള കൂടുതൽ ടെർമിനോളജീസ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. നമ്മുടെ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഇതൊക്കെ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.